അയാൾ ഹീറോനെ വാച്ച് ചെയ്യുന്ന ഹീറോയ്ക്ക് മനസ്സിലാകും. ഹീറോ പെട്ടെന്ന് കഥ അടയ്ക്കാൻ പോവാ. ഉടനെ ആ ഏജന്റ് കഥവിനടുത്തേക്ക് വന്നിട്ട്, സാർ, ഞാൻ ഇന്റലിജൻസ് ഏജൻസിയിൽ നിന്നാണ് വരുന്നത്. നിങ്ങൾ എന്നെ ഒരു പക്ഷെ കണ്ടിട്ടുണ്ടാവും. ഞങ്ങളുടെ ബോസ് എത്രയും പെട്ടെന്ന് നിങ്ങളെ ഏജൻസിയിലേക്ക് വരാൻ പറഞ്ഞു. എന്നെ കൊണ്ടുവരാൻ പറഞ്ഞു വിട്ടതാ. നിങ്ങളോട് സംസാരിക്കണം, ഒന്ന് കൂടെ വരാമോ എന്ന് ചോദിക്കുക. ഉടനെ ഹീറോ, ഇല്ല, ഏജൻസിക്കാരെന്നോട് പറഞ്ഞാണ് കാലത്ത് വരാൻ. ഞാനിപ്പോ ഭാര്യയുമായിട്ട് ഭക്ഷണം കഴിക്കാൻ പോവാ. എന്റെ പേര് കേസൊന്നുമില്ലല്ലോ, ഞാൻ നാളെ കാലത്ത് വരാം, നിങ്ങൾ പേടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് കഥവ് ക്ലോസ് ചെയ്യാൻ നോക്കുമ്പോ പെട്ടെന്ന് ഇയാൾ കഥവും ചവിട്ടി തുറന്ന് തോക്കുമായിട്ട് അകത്തേക്ക് കയറി വന്ന് ഹീറോനെ പിടിക്കും. എന്നിട്ട് വലിച്ചെടുത്തോണ്ട് വന്ന് നോക്കുക. ഉടനെ ഹീറോ രക്ഷപ്പെടാൻ എന്താ ചെയ്യേണ്ടതെന്നറിയാതെ അവന്റെ മൂക്കിനിട്ടൊരു കുത്തു കൊടുക്കുന്നുണ്ട്. ആ കുത്തു കൊണ്ടുവന്ന് മനസ്സിലാകുമ്പോൾ വീണ്ടും ഒരു കുത്തു കൊടുക്കും. ഇവനൊക്കെ എന്ത് ട്രെയിനിങ് ആണോ കൊടുത്തത്, പാലും വെള്ളം കുടിച്ചു കിടക്കുന്നവന്റെ 2 കുത്തു കൊണ്ടപ്പോഴത്തേക്കും വീണു. ഹീറോ ചാടിക്കേറി അവന്റെ തോക്കെടുത്തിട്ട് അനങ്ങി പോരെന്ന് പറയും. ഇത് കാണുമ്പോൾ പൊണ്ടാട്ടി വായും പൊളന്ന് വാന്ന് പറഞ്ഞ് കാറുവാണ്. അത് കണ്ട് അയാൾ വീണ്ടും പേടിക്കുന്നുണ്ട്. ഹീറോ, ഡയാന, ഒച്ച വയ്ക്കരുത്, നീ ഇയാളെ കെട്ടിടാൻ എന്തെങ്കിലും കൊണ്ടുപോകാന്ന് പറയാ. ആ പെണ്ണ് കുറെ വയറും ടേപ്പും ഒക്കെ കൊണ്ടുവന്ന് കൊടുക്കും വീട്ടിലുള്ള. ഹീറോ അതൊക്കെ വെച്ച് ഇയാളെ വലിച്ചു മുറുകി കെട്ടി ടബിനകത്ത് കൊണ്ടുപോയിടും. അപ്പൊ പൊണ്ടാട്ടി കരഞ്ഞ് മൂക്കിന്നൊക്കെ ഒഴുകി ഈ തോക്ക് ഹീറോയുടെ നേർക്ക് ചൂണ്ടിയിട്ട്, സത്യം പറയടാ, നീ എന്തുകൊണ്ടാണ് എന്നോട് മറച്ചു വെച്ചത്? നീ ഒരു സ്പൈ ആയിരുന്നല്ലേ, ഇന്റർനാഷണൽ സ്പൈ. നീ റാംബോ അല്ലേ? സത്യം പറ. ഇത് കേട്ട് ഹീറോ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ നിന്നോട് കള്ളൊന്നും പറഞ്ഞിട്ടില്ല. നീയാണ് എന്നോട് കള്ളവും പറഞ്ഞ് ഏതോ കാമുകന്റെ കൂടെ കറങ്ങി നടന്ന്. നീ ഇവനെ ആദ്യം കെട്ടാൻ സഹായിക്കും. ഇത് കേൾക്കുമ്പോൾ ഭാര്യ കരഞ്ഞിട്ട് അവൾ അറിയാതെ ട്രിഗർ വലിച്ച് വെടി പൊട്ടിക്കാൻ തുടങ്ങും. ഭാഗ്യത്തിന് ആ വെടി ആർക്കും കൊണ്ടില്ല. നീ എന്നെ പേടിപ്പിച്ചു, എന്നോട് സംസാരിക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അറിയാതെ വെടി പൊട്ടിക്കുന്നത്. ഇവിടെ എന്താ സത്യത്തിൽ നടക്കുന്നത്? ഞാൻ ആരുടെ കൂടെ ജീവിക്കുന്നു? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആരാ നീ? സത്യം പറ. ഉടനെ ഹീറോ, നീ ഒന്ന് സമാധാനിക്ക് പെണ്ണേ, ആ തോക്ക് ഇങ്ങോട്ട് താ. ചില കാര്യങ്ങൾ എനിക്കും മനസ്സിലായിട്ടില്ല. ഇപ്പൊ ജീവനോടെ ഇരിക്കണം, അതാണ് വേണ്ടത്. ആ തോക്ക് ഇങ്ങോട്ട് താന്നും പറഞ്ഞ് തോക്ക് വാങ്ങിക്കുക. ഈ സമയത്ത് ആ ഏജന്റിന്റെ വോക്കി ടോക്കി റിങ് ചെയ്യുന്നു. ആ വോക്കി ടോക്കി ഇപ്പൊ ഏജന്റ് എടുത്തില്ലെങ്കിൽ കൂടുതൽ ഏജന്റുകൾ ഇങ്ങോട്ട് ഇടിച്ചു കയറി വരും. നിങ്ങൾ അവര് പിടിക്കുമെന്ന് പറയാണ് പുള്ളിക്കാരൻ. ഉടനെ ഹീറോ ആ വോക്കി ടോക്കി കയ്യിൽ വാങ്ങിച്ചിട്ട്, ഞാൻ പറയുന്നത് മാത്രമേ നീ പറയാവൂ, ഞാൻ ഓരോ വാക്കായിട്ട് പറഞ്ഞുതരും, നീ അതുപോലെ ഇതിലൂടെ മറുപടി കൊടുക്കുക. ഇതും പറഞ്ഞ് ഹീറോ, കോപ്പി, ഇവിടെ കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെയാണ്, ഡോക്ടറും ഭാര്യയും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ട് അവർക്ക് കൊടുക്കാൻ പറയുക. അയാളും അതുപോലെ ഓരോ വാക്കുകളായിട്ട് എണ്ണി പറഞ്ഞു കൊടുക്കും. അപ്പൊ ഏജൻസിയിലെ ആൾക്കാര്, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുക. ഉടനെ ഹീറോയ്ക്കൊരു മണ്ടത്തരം പറ്റുന്നുണ്ട്. ഹീറോ വോക്കി ടോക്കി എടുത്തിട്ട്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെ ആണെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ അവർക്ക് വോയിസ് മനസ്സിലായി വേറെ ആരുടെയോ കയ്യിലാണെന്ന്. എന്താ ചെയ്യാൻ പറ്റുമെന്ന് ഹീറോയ്ക്ക് അറിഞ്ഞില്ല. അവൻ വിറച്ചുപോയി. അബദ്ധം പറ്റി. ആരാ സംസാരിക്കണമെന്ന് ചോദിക്കുകയാണ് ആ മെയിൻ വില്ലൻ. ഉടനെ ഹീറോ ഈ ബറേറ എന്ന് പറഞ്ഞ ഏജന്റിന് വോക്കി ടോക്കി കൊടുത്തിട്ട് എന്തേലും പറഞ്ഞ് ഇതൊന്ന് സെറ്റിലാക്കാൻ പറയും. ഉടനെ ബറേറ, ഇത് ഞാൻ തന്നെയാ ആ സംസാരിച്ചത് ചേക്കിയാണെന്ന് പറയുക. അപ്പൊ ഒരു കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആണെന്ന് വിചാരിക്കും. അത് കഴിഞ്ഞ് ദയാസിന്റെ അവസ്ഥ എന്തായെന്ന് ഹീറോ ചോദിക്കാൻ പറയുക. ഇയാൾ ചോദിക്കുമ്പോൾ അവര്, ദയാസ് ഈ രാത്രി താണ്ടില്ല, അവന്റെ ബോഡി ആയിരിക്കും രാവിലെ കിട്ടുക, അത് കളയേണ്ടി വരും എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ഹീറോ അപ്സെറ്റ് ആവും. കൂട്ടുകാരൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണ്ടേ, അതിന് ഈ ബറേറയും കയ്യിൽ വേണം. ഇവൻ ഭാര്യയുടെ കയ്യിൽ നിന്ന് ഒരു നാപ്കിൻ വാങ്ങി ഈ ബറേറയുടെ വായിൽ ഒട്ടിച്ചു വെച്ചിട്ട് അവനെ വയറുകൊണ്ടൊക്കെ ചുറ്റി ഭാര്യനെയും കൂട്ടി മെല്ലെ കാറിലേക്ക് കൊണ്ടുപോവാണ് അയാളെ കടത്താൻ വേണ്ടി. ഇങ്ങനെ പോകുന്ന വഴി കുറച്ച് പിള്ളേര് വരുന്നുണ്ട്. പാർട്ടിയും കഴിഞ്ഞ് അവരിത് കണ്ട് ഞെട്ടുമ്പോൾ, ഇല്ല എന്റെ കൂട്ടുകാരനാ, ഞങ്ങൾ ഹാലോവിൻ കളിക്കുന്നെന്നും പറഞ്ഞ് നേരെ കൊണ്ടുപോയി കാറിന്റെ ഡിക്കി കയറ്റും അവനെ. അത് കഴിഞ്ഞ് ഭാര്യയോട്, ഇവിടെ സീൻ ഇത്തിരി മോശമാണ്, നീ ഒരു കാര്യം ചെയ്യ്, ഒരു ഊബർ വിളിച്ച് അമ്മയുടെ വീട്ടിലേക്ക് പോയിക്കോ, ബാക്കിയെല്ലാം നമുക്ക് പിന്നെ സംസാരിക്കാന്ന് പറയും. ഉടനെ ഭാര്യ കരഞ്ഞുകൊണ്ട്, സത്യം പറ, നീ ആരാ? നീ ഇതുപോലെയൊന്നും അല്ലായിരുന്നല്ലോ, നിനക്ക് എന്ത് മാറ്റം സംഭവിച്ചു? അത് കേൾക്കുമ്പോൾ ഹീറോ, അതെ, എനിക്ക് കാര്യമായ മാറ്റം സംഭവിച്ചിട്ടുണ്ട്, ഞാൻ മുന്നത്തെ പോലെയല്ല, നീ എന്നെ മാറ്റി കളഞ്ഞോന്നും പറഞ്ഞ് ഭാര്യയെ പറഞ്ഞു വിടുന്നു. അത് കഴിഞ്ഞ് ഈ കാറും എടുത്തോണ്ട് നേരെ ഫെഡറൽ പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ്, കമ്മീഷണർ ഓഫീസിലേക്ക്. കമ്മീഷണർ വേറെ എല്ലാ പോലീസുകാരെയും വിളിച്ചു വരുത്തി എന്തൊക്കെയോ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കാവും. ഈ ദയാസുമായി ബന്ധപ്പെട്ട എല്ലാ ഡോക്യുമെന്റ്സും കൊടുക്കണമെന്ന് പറയും. ആ സമയത്താണ് ഹീറോ കയറി വന്ന് അവർ ദയാസിനെ കൊല്ലും. ഒരു ഏജന്റിനെ എന്റെ വീട്ടിലേക്കും പറഞ്ഞു വിട്ടിരുന്നു എന്നെ കൊല്ലാൻ വേണ്ടി. ഞാൻ അവനെ പിടിച്ച് എന്റെ ട്രങ്കി കയറ്റിയിട്ടുണ്ട്. അവർ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. ഇന്ന് രാത്രി ദയാസ് താണ്ടില്ലത്രേ. നമുക്ക് എത്രയും പെട്ടെന്ന് അവനെ രക്ഷപ്പെടുത്തണം. ഇത് കേൾക്കുമ്പോൾ കമ്മീഷണർ പറയാണ്, ഈ കേസൊക്കെ നമ്മുടെ കൈവിട്ടു പോയി മോനെ, അതിപ്പോ ഇന്റലിജന്റ് ഓഫീസേഴ്സ് ആണ് അന്വേഷിക്കുന്നത്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നീ ഒരു കാര്യം ചെയ്യും, മിണ്ടാതെ വീട്ടിലേക്ക് പോ, അതാണ് നിനക്ക് നല്ലത്. വെറുതെ അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടണ്ട. അതിന് ഹീറോ, അവന്മാർ ഇന്റലിജന്റ് ഓഫീസേഴ്സ് അല്ല, ക്രിമിനൽസ് ആണ്. അവർ യുറേനിയം കട്ടവരാ. ഇനിയും വലിയൊരു ലോഡ് കക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവര് രാജ്യദ്രോഹികളാ, എതിർ രാജ്യത്തിന് വിൽക്കാൻ പോവാണ് ക്രിമിനൽസ്. എന്നിട്ട് അവരെ പിടിക്കാൻ നിങ്ങൾ എന്തിനാ മടിക്കുന്നത്? നിങ്ങളുടെ കൂട്ടുകാരൻ ആപത്താണ്. ഞാനിതെല്ലാം എവിഡൻസോടെയാണ് പറയുന്നത്, നിങ്ങൾ എന്തെങ്കിലും ആക്ഷൻ എടുക്കൂ. അത് കേൾക്കുമ്പോൾ കമ്മീഷണർ, നീ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്യും. ഇവിടെ ഞങ്ങൾക്ക് ചെയ്യാനൊന്നുമില്ല, മിണ്ടാതിരുന്നോ, ഈ കേസിനെ പറ്റി നിനക്കൊന്നും അറിയില്ല, ഇറങ്ങിപ്പോയിക്കോ, അല്ലെങ്കിൽ ഞാൻ നിന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് പറയുക.
ദയാസിനെ കൊല്ലാന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യും. ഇവനെ പിടിച്ച് ലോക്കപ്പിലിടെന്ന് കമ്മീഷണർ ചുറ്റുള്ള പോലീസുകാരോട് പറയും. പക്ഷെ പോലീസുകാർ ചെയ്യുന്നില്ല, മടിച്ചു നിൽക്കുകയാണ്. അപ്പൊ ഹീറോ, നിങ്ങളുടെ ബ്രദർ, ആത്മസുഹൃത്ത്, അവൻ ആ ക്രിമിനൽസ് കൊല്ലാൻ പോവാണെന്ന് പറഞ്ഞിട്ട് പോലും നിങ്ങൾക്ക് അനക്കുമല്ലോ. ആരും എന്നെ സഹായിക്കുന്നില്ല. നിങ്ങളൊക്കെ മനുഷ്യന്മാരാണോടാ? യൂണിഫോം ഇട്ട് മണിയുറപ്പില്ലാത്ത തെണ്ടികൾ. ഇത് കേൾക്കുമ്പോൾ കമ്മീഷണർ വീണ്ടും അവനെ അറസ്റ്റ് ചെയ്യാൻ പറയുന്നു. എന്നാൽ ഈ പോലീസുകാരെ അറസ്റ്റ് ചെയ്യുന്നില്ല. അവർക്ക് വിഷമമുണ്ട്, ഒന്നും ചെയ്യാൻ പറ്റാത്തതിന്റെ നിസ്സഹായ അവസ്ഥയുണ്ട്. ഹീറോ ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോവും. അപ്പൊ കമ്മീഷണർ, ഈ കേസിൽ നിങ്ങൾ ആരും ഇടപെടരുത് എന്നും പറഞ്ഞിട്ട് പുള്ളി അവിടെ നിന്ന് ഇറങ്ങിപ്പോവാ. ഈ നേരത്ത് ഹീറോ, അവൻ എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. ഇനി അവനെ കൊണ്ടൊന്നും ചെയ്യാനും പറ്റില്ല. കാരണം നിയമം കയ്യിലെടുക്കാൻ അവന് അവകാശമില്ലല്ലോ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പോലീസുകാരൻ കുളിക്കാൻ വേണ്ടി യൂണിഫോം അഴിച്ചിട്ടിരിക്കുന്നത് കാണും. നിയമം കയ്യിലെടുക്കണമെങ്കിൽ യൂണിഫോം ഉണ്ടെങ്കിൽ നടക്കുമല്ലോ. അതുകൊണ്ട് അണ്ണൻ മെല്ലെ ആ യൂണിഫോം അങ്ങോട്ട് തിരിടും. ഈ സമയത്ത് ഇന്റലിജൻസുകാര് തിയാസിനെ ഇടിച്ചിടിച്ച് ഏകദേശം കൊല്ലണ അവസ്ഥയിലാക്കി. അവൻ ഇതിനെപ്പറ്റി എന്തേലും അറിയോന്നാണ് ചോദിക്കുന്നത്. അവനൊന്നും അറിയാൻ പാടില്ലല്ലോ. നീ ഇനി എന്താടാ വാ തുറക്കാത്തത്? നിന്നെ ഏതെങ്കിലും രാജകുമാരൻ വന്ന് രക്ഷപ്പെടുത്തുമെന്ന് വിചാരിച്ചോ? വാ തുറന്ന് പറയടാന്നും പറഞ്ഞ് വീണ്ടും ഇടിക്കുക. അപ്പോഴാണ് നമ്മുടെ രാജകുമാരനെ കാണിക്കുന്നത്. പോലീസ് ഉടുപ്പിട്ട് നേരെ ഇന്റലിജൻസ് ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് തന്നെ ആളെത്തി. ഉള്ളിലേക്ക് പോകുന്ന വഴി ഇത് ശരിയല്ല, ഞാൻ ചെയ്യുന്നത് ശരിയല്ല, ആപത്താണെന്ന് മനസ്സിൽ പിറുപിറുത്തോണ്ടാണ് പോകുന്നത്. നേരെ ഈ ഓഫീസിന് മുന്നിലുള്ള കുറച്ച് ഓഫീസർമാരുടെ അടുത്തേക്ക് ചെല്ലും. എന്നിട്ടൊരു ഗുഡ് ഈവനിങ് പറഞ്ഞിട്ട്, സർ, ഞാൻ ഫെഡറൽ പോലീസിൽ നിന്നാണ് വരുന്നത്. മേയർ ഓഫീസിലേക്ക് ഒരു സാധാരണക്കാരൻ കടന്നു വന്ന് ഒരു ID കാർഡ് കളഞ്ഞു കിട്ടിയെന്ന് പറഞ്ഞു. ആ ID കാർഡ് തിരിച്ചു കൊടുക്കാനാണ് ഞാൻ വന്നത്. ഇത് നിങ്ങളെ ഓഫീസിലുള്ള ആരെങ്കിലും ആണോ? ആണെങ്കിൽ ഇതൊന്ന് തിരിച്ചു കൊടുക്കണമെന്ന് പറയും. ഉടനെ ആ ഓഫീസർ, എന്നാ അത് തന്നിട്ട് പോയിക്കോളൂ, ഞാൻ അന്വേഷിച്ച് കൊടുത്തോളാന്ന് പറയാം. അപ്പൊ ഹീറോ, ഇല്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇത് ഞാൻ കൈപ്പടെ ഇതിന്റെ ഓണർ ആരാണോ അവരെടുത്ത് തന്നെ കൊടുത്തിട്ട് ഒരു രസീതിൽ ഒപ്പും വാങ്ങിച്ചിട്ട് പോകണം. അതാണ് എന്റെ ഓഫീസിൽ പറഞ്ഞിരിക്കുന്നത്. അത് പ്രോട്ടോകോളാണ്, നിർബന്ധമാണെന്ന് പറയും. ഉടനെ ആ മൊട്ട ഓഫീസർ, ഞാനൊന്ന് വിളിച്ച് ചോദിക്കട്ടെ എന്നും പറഞ്ഞ് ആർക്കോ വോക്കി ടോക്കിൽ വിളിക്കുക. ആ നേരം ഹീറോ തിരിഞ്ഞു നിന്നിട്ട്, വെടി എപ്പോൾ വേണമെങ്കിലും പൊട്ടുമല്ലോ, മരണം ഉറപ്പാണ്. അപ്പൊ മനസ്സിനൊന്ന് സമാധാനിപ്പിക്കുക. നീ 42 വർഷം ജീവിച്ചു. ഒരുപാട് സന്തോഷമുള്ള നിമിഷങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. പേടിക്കേണ്ടതില്ല. ഇപ്പൊ മരിച്ചാലും സന്തോഷമാണ്. ഒരു പ്രണയം കിട്ടി, കുറെയൊക്കെ പ്രണയിക്കാൻ പറ്റിയിരുന്നു. അവള് വേറൊരുത്തന്റെ കൂടെ പോകുന്നവരെ, അതുവരെയും പ്രണയിച്ചല്ലോ, മതി. ഇങ്ങനെ പിറുപിറുത്തോണ്ടിരിക്കുമ്പം ആ മൊട്ട വിളിച്ചിട്ട് പറയും, ഓക്കെ സാർ, ആ ID കാർഡ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. നേരെ ഓഫീസിലേക്ക് കയറി ചെന്നോളൂ എന്ന് പറയാം. ഉടനെ ഹീറോ വളരെ നന്ദിയുണ്ടെന്നും പറഞ്ഞ് ഈ മൊട്ടയ്ക്ക് കൈ കൊടുക്കാൻ നോക്കുക. പുള്ളിക്കാരൻ കൈ നീട്ടുന്നില്ല. അപ്പൊ തോളത്തൊന്ന് തട്ടിയിട്ട്, നന്നായി വരുന്നീ, നല്ല കുട്ടിയാന്നും പറഞ്ഞ് നേരെ ഓഫീസിലേക്ക് കടന്നു പോകും. അപ്പോഴും മനസ്സിൽ പിറുപിറുക്കുന്നുണ്ട്. ദിസ് ഈസ് റോങ് എന്ന് പറഞ്ഞിട്ട് ഓഫീസിൽ ചെന്ന് റിസപ്ഷനിലെ ആൾക്ക് ഈ ID കാർഡ് കൈമാറുമ്പോൾ, അതെ, ഇത് ഇവിടുത്തെ ഓഫീസർ തന്നെയാണ്, ഞാനിത് കൊടുത്തോളാം. ആള് വന്നിട്ടില്ല, നിങ്ങൾക്ക് എവിടെയാണോ ഒപ്പിടേണ്ടത് അവിടെ ഞാൻ തന്നെ ഇട്ട് തരാമെന്ന് പറയുക. എന്നിട്ട് രസീത് ചോദിക്കും. ഉടനെ ഹീറോ, രസീതൊന്നും കൊണ്ടുവന്നിട്ടില്ല, ഒരു കാര്യം ചെയ്യ്, അവിടെയുള്ള തുണ്ടുകടലാസിൽ ഒപ്പിട്ട് തന്നാൽ മതി, എടുത്ത് ഒപ്പിട്ട് തരാൻ പറയുക. പുള്ളിക്കാരനൊരു തുണ്ടുകടലാസിൽ ഒപ്പിട്ട് കൊടുക്കും. അപ്പോഴും ഹീറോ അവിടെ തന്നെ നിന്ന് പരുങ്ങാണ്. എന്തേലും ചെയ്യണമല്ലോ, അകത്തേക്ക് കിടക്കണമല്ലോ. ഈ റിസപ്ഷനിലെ ഓഫീസർ ഏതോ മാച്ച് കണ്ടോണ്ടിരിക്കുക. മെല്ലെ ഹീറോ, അത് പഴയ കളിയാണോ, സഞ്ജുവിന്റെ വിക്കറ്റ് പോയോ എന്നൊക്കെ ചോദിക്കുക. പുള്ളിക്കാരൻ പറയും, അത് കഴിഞ്ഞ വർഷത്തെ കളിയാണ്, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വേണ്ടതുണ്ടോ? ഇല്ലെങ്കിൽ ഇറങ്ങി പോണം മിസ്റ്റർ. ഉടനെ ഹീറോ, ഒരുപാട് രാത്രിയായില്ലേ, പുറത്ത് റെസ്റ്റോറൻറ്റുകളൊന്നുമില്ല, എനിക്കൊന്ന് ബാത്റൂമിൽ പോകണം, അർജന്റാ, അല്ലെങ്കിൽ അത് പൊട്ടി ഒഴുകിപ്പോവും, ദയവേത് സഹായിക്കണം എന്ന് പറയുക. പക്ഷെ അയാൾ സമ്മതിക്കില്ല. ഇത് റെസ്ട്രിക്റ്റഡ് ഏരിയ, ഇന്റലിജൻസ് ഓഫീസാണത്, ഇതിനകത്തേക്ക് കടക്കാൻ പറ്റില്ല, നിങ്ങൾ തിരിച്ചു പോകണം. ഹീറോ, ദയവേത് തന്നെ വിടുവോ, ഞാനൊരു പോലീസുകാരനാണെന്ന് പറയുകയാണ്. അയാൾ സമ്മതിക്കുന്നില്ല. അപ്പൊ അവിടെ ഒരു മുതിർന്ന ഒരു അപ്പച്ചൻ ഓഫീസർ ഉണ്ടാവും. അയാളിത് കണ്ടിട്ട്, നീ ഇങ്ങനെ ശാഠ്യം പിടിക്കാതെ ചെറുക്ക, അയാളൊരു ഓഫീസറല്ലേ, പൊക്കോട്ടെ, ഇപ്പൊ കടകളൊന്നുമില്ലല്ലോ, ഒന്ന് ബാത്റൂം പോകണോണ്ട് കുഴപ്പമൊന്നുമില്ല, ഞാൻ തന്നെ കൊണ്ടുപോവാം, നീ പേടിക്കണ്ടെന്നും പറഞ്ഞിട്ട് ആ തോക്ക് അവിടെ കൊടുക്കാൻ പറഞ്ഞ് ഈ അപ്പച്ചൻ തന്നെ ഹീറോയെ വിളിച്ചോണ്ട് പോവാ ബാത്റൂമിലേക്ക്. പോകുന്ന വഴി ഹീറോ, നന്ദിയുണ്ട്, നിങ്ങളൊരു വലിയ മനുഷ്യനാണെന്നൊക്കെ പറയും. അയാൾ കുഴപ്പമൊന്നുമില്ല മോൻ, പോയിട്ട് വാന്നും പറഞ്ഞ് ബാത്റൂമിൽ കൊണ്ടുപോയി കാണിക്കുന്നു. ഹീറോ മെല്ലെ ബാത്റൂമിനകത്ത് കയറി. ഇനിയിപ്പോൾ എന്താ ചെയ്യാ? ബാത്റൂമിൽ എത്തിപ്പെട്ടു, പക്ഷെ മുകളിലേക്കൊക്കെ പോയി അന്വേഷിക്കണ്ടേ? ഇതിനകത്ത് നിന്ന് ഒളിച്ചു പോകാനുള്ള സ്ഥലമൊന്നുമില്ല. സോ ഹീറോ മെല്ലെ പുറത്തു വന്നിട്ട്, ബാത്റൂം കാണാൻ നല്ല ചന്തമുണ്ട്, നല്ല ഭംഗിയൊക്കെ ഉണ്ട്, പക്ഷെ ടോയ്ലറ്റ് പേപ്പർ ഇല്ല, പിന്നെ എങ്ങനെയാണ് ഞാൻ ചന്തി ഉടയ്ക്കാന്ന് ചോദിക്കുക. അപ്പൊ അയാൾ പറയും, മോൻ വിഷമിക്കണ്ട, ഞാൻ ടോയ്ലറ്റ് പേപ്പർ കൊണ്ടുവരാമെന്നും പറഞ്ഞിട്ട് പുള്ളി നേരെ റിസപ്ഷനിലേക്ക് പോവാ. ഈ ഗ്യാപ്പിന് ഹീറോ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി അകത്തുനിന്ന് ലോക്ക് ഇട്ടിട്ട് ഈ ഡോറും പൂട്ടി നേരെ സ്റ്റെയർ കേസിൽ കൂടെ മുകളിലേക്ക് ചെല്ലും. ഈ സമയത്ത് തിയാസിനെ ഇടിച്ചിടിച്ചൊരു പരുവാക്കി കഴിഞ്ഞു ആ കഷ്ടിമാമൻ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പുള്ളിക്ക് അറിയില്ല. അവനൊന്നും അറിയുന്നില്ലെന്ന് തോന്നണേന്ന് ആ കഷ്ടിമാമൻ മെയിൻ വില്ലനോട് പറയും. ആ ബോസ് വില്ലൻ, നീ ബേജാറാവണ്ട, ഇവന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാന്ന് പറയാണ്. ഈ സമയത്ത് ഹീറോ ഒരു മീറ്റിംഗ് ഹാളിലേക്ക് കയറി. പെട്ടെന്ന് അവിടുത്തെ ലൈറ്റ് ഒക്കെ ഓണാകും. ഒരു സ്വീപ്പർ ബോയ് ഉണ്ട് അവിടെ. അയാൾ ഹീറോയെ കണ്ടു ഞെട്ടുക. ഹീറോ അവനെയും കണ്ടു ഞെട്ടും.
പക്ഷെ പോലീസുകാരനായതുകൊണ്ട് പുള്ളിക്കാരൻ സംശയിക്കുന്നില്ല. ഹീറോ മെല്ലെ അവനെ ചോദ്യം ചെയ്യാന്ന് വെച്ചിട്ട് നീ ഇവിടെ സംശയാസ്പദമായി എന്തെങ്കിലും കണ്ടോന്ന് ചോദിക്കുക. അവൻ പറയും എന്ത് കാണാൻ, ഇത് ഹെഡ് ക്വാർട്ടേഴ്സ് അല്ലേ, ഇവിടെ എന്ത് കാണാൻ? അതാണ് ഞാനും ചോദിച്ചത്, ഇവിടെ ഒന്നും കാണില്ലല്ലോ, പിന്നെന്താ നീ ധിക്കരിക്കുന്നു? ശരി പോട്ടെ, ഇവിടെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന ആള് ഇവിടെ തന്നെ ഉണ്ടോ? പോയോ? എനിക്കൊന്ന് കാണണമല്ലോ. ഉടനെ ആ ചെറുക്കൻ ഇവിടെയോ? എനിക്കറിയാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ അവിടെ? പിന്നെ ഉണ്ടാവില്ലേ? അങ്ങനെ ആണെങ്കിൽ തന്നെ അവൻ എവിടെയാ കൊണ്ടുപോകാന്ന് നിനക്കറിയില്ല? എനിക്കറിയില്ല. റെസ്ട്രിക്റ്റഡ് ഏരിയയിലാണോ? അങ്ങോട്ടായിരിക്കോ കൊണ്ടുപോവാ? അതുപോലെ നിനക്കറിയില്ല. ഈ റെസ്ട്രിക്റ്റഡ് ഏരിയ 10ാം നിലയിലാണ്, അതെങ്കിലും അറിയോ? അപ്പ ചെറുക്കൻ 10ാം നിലയിലല്ലോ, 8ാം നിലയിലല്ലേ? 8ാം നിലയല്ല. അത് ശരി, നീ വേറെന്തിനെ പറ്റിയോ ആണ് സംസാരിക്കുന്നത്, ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം അല്ലാതെ. മിണ്ടാതെ ജോലി നോക്കടാന്നും പറഞ്ഞ് അവനെ പേടിപ്പിച്ചിട്ട് ഹീറോ നേരെ 8ാം നിലയിലേക്ക് പോവാ. ഈ സമയത്ത് നമ്മുടെ അപ്പച്ചൻ പോലീസ് അയാൾ വന്നിട്ട് മോനെ പേപ്പർ കൊണ്ടുവന്നിട്ടുണ്ടെന്നും പറഞ്ഞ് ഡോറ് തട്ടുമ്പോൾ ഡോറ് തുറക്കുന്നില്ല. ഈ നേരം ഹീറോ ആ 8ാം നില റെസ്ട്രിക്റ്റഡ് ഏരിയ കണ്ടുപിടിച്ചു. പക്ഷെ ആ സമയത്ത് കോറിഡോറിൽ കൂടെ ആരോ നടന്നു വരുന്നുണ്ട്. ഇവൻ ഓടിച്ചെന്ന് ഒളിച്ചിരിക്കും. ആ കഷണ്ടി മാമനാണ് നടന്നു വരുന്നത്. പുള്ളി എങ്ങോട്ടോ പോവാണ്. അയാൾ പോയി കഴിയുമ്പോൾ ഇവിടെ അപ്പച്ചൻ പോലീസ് ഡോറ് തുറക്കാൻ കഴിയുന്നില്ല, ബാത്റൂമിന്റെ കീ ഉണ്ടോയെന്ന് ചോദിക്കുക. സെക്യൂരിറ്റി പറയും ബാത്റൂമിന് കീ ഇല്ല, അതെപ്പോഴോ കളഞ്ഞു പോയെന്ന്. ഇയാളപ്പോൾ ഡോർ എങ്ങനെയെങ്കിലും തുറക്കാൻ നോക്കുക. ഈ സമയത്ത് ഹീറോ ആ റെസ്ട്രിക്റ്റഡ് ഏരിയയിലെ ഫേസ് അൺലോക്ക് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, നടക്കുന്നില്ല. പല കാർഡുകൾ ഉപയോഗിച്ച് നോക്കി, നെറ്റ്ഫ്ലിക്സിന്റെ കാർഡ് വരെ ഉപയോഗിച്ച് നോക്കി, നടക്കുന്നില്ല. ആ നേരം അപ്പച്ചൻ പോലീസ് ബാത്റൂം തുറന്നു നോക്കുമ്പോൾ ഹീറോ അവിടെ ഇല്ല. സോ ഹീറോ ഒരു കള്ളനാണെന്ന് പുള്ളിക്ക് മനസ്സിലായി. പുള്ളി ഉടനെ സെക്യൂരിറ്റിക്ക് വിളിച്ച് ഒരു ഇൻട്രൂഡർ കയറിയിട്ടുണ്ട്, അവൻ എവിടെയാണെന്ന് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കൂ, നമുക്ക് കുഴപ്പമാണെന്ന് പറയുക. ഇവരെല്ലാവരും ടോർച്ച് ലൈറ്റും കൊണ്ട് അന്വേഷിച്ചിറങ്ങും. നേരെ റെസ്ട്രിക്റ്റഡ് ഏരിയയിലേക്ക് എത്തും ചെയ്തു. ഹീറോയ്ക്ക് ഒളിച്ചിരിക്കാൻ സ്ഥലമില്ല. അപ്പോഴാണ് കാണിക്കുന്നത് ഹീറോ ജനാലയെ കൂടെ ഇറങ്ങി സ്പൈഡർമാനെ പോലെ ഭിത്തിയിൽ അള്ളിപ്പിടിച്ച് നിൽക്കുകയാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം. ഒരു തരി സ്ലിപ്പായ നിലത്ത് വീണ് മണ്ടയുടഞ്ഞ് ചത്തു. ഇവനങ്ങനെ ശ്വാസം പിടിച്ച് നിൽക്കുക. അവര് പോയി. ഈ നേരത്ത് ഒരു പ്രാവ് വന്ന് തൊപ്പിയിരിപ്പുണ്ട്, അത് അപ്പിയിടും. ഇവൻ മെല്ലെ തൊപ്പി വലിച്ചെറിഞ്ഞിട്ട് അവിടെയുള്ള ഒരു AC-യുടെ യൂണിറ്റിൽ കയറിയിരിക്കുക. അത് ഇപ്പൊ പൊട്ടും എന്ന് പറഞ്ഞ് ലൂസായി ഇളകുന്നുണ്ട്. എന്തായാലും ആ ഡോറ് തുറക്കാൻ പറ്റിയില്ലെങ്കിലും ഈ വിൻഡോ തുറന്നാൽ ആ റെസ്ട്രിക്റ്റഡ് ഏരിയയുടെ മുറിക്കകത്ത് കയറാം. ഇവൻ മെല്ലെ വിൻഡോ തുറക്കാൻ നോക്കുകയാണ്. ഇവൻ തുറക്കാൻ നോക്കുന്നത് നമ്മുടെ തന്തവില്ലൻ കണ്ടു. ഇവൻ എന്തൊരു ബോളാടാ, ഇത്രയും ദൂരം ഇവൻ എങ്ങനെ വന്നോന്ന് വില്ലൻ ആലോചിക്കുക. ആ സമയത്ത് കോള് വരും, ഒരു കള്ളനകത്ത് കയറിയിട്ടുണ്ടെന്ന്. കുഴപ്പമൊന്നുമില്ല, ഞാനെല്ലാം നോക്കിക്കോളാന്ന് പുള്ളിക്കാരൻ പറയാ. ഈ നേരം ഹീറോ തന്റെ കയ്യിലെ കോലുകൊണ്ട് ഈ ഗ്ലാസ് തല്ലി പൊളിക്കാൻ നോക്കുന്നുണ്ട്. വില്ലൻ മിച്ചറ് നിന്നിട്ട് അവനെ നോക്കി നിൽക്കുകയാണ് കുറച്ചേരം. അവസാനം തുറന്നു കൊടുക്കും, കഷ്ടപ്പെടണ്ടെന്ന് പറഞ്ഞിട്ട്. ഹീറോ മെല്ലെ ഡോറ് തുറന്ന് സാർ നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ, സുഖമാണോ എന്ന് ചോദിക്കുക. വില്ലൻ പറയാം എനിക്ക് സുഖമാണ്, എന്റെ 35 വർഷത്തെ സർവീസിൽ ഞാൻ ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല, ഞാൻ അകത്തേക്ക് വന്നോട്ടെ എന്ന് ചോദിച്ചിട്ട് അവൻ മെല്ലെ അകത്തേക്ക് വരിക. എന്നിട്ട് ഈ കമ്പ് മാറ്റി വെച്ചിട്ട് സാർ ഞാൻ സമാധാനപ്രിയനാ, നിങ്ങൾ ഉപദ്രവിക്കാൻ വന്നതല്ല, എനിക്ക് ദയാസിനെ റിലീസ് ചെയ്യണം, അത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങൾ അയച്ച ഏജന്റില്ലേ ബറേറ, അവനെ ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട്, അവൻ എന്റെ കസ്റ്റഡിയില്ല, കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു, ഞാൻ അവനെ നിങ്ങൾക്ക് തരാം, നിങ്ങൾ ഇവനെ എനിക്ക് തന്നാൽ മതി, നല്ലൊരു ഡീൽ വെച്ച് നമുക്ക് പിരിയാം, സാർ ഓക്കെ അല്ലേ? ഇത് ഹീറോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഹീറോയുടെ കാർ നോ പാർക്കിങ്ങിലായതുകൊണ്ട് ട്രാൻസ്പോർട്ടുകാരത് എടുത്തുകൊണ്ട് പോവാണ്. അതിനകത്താണ് ഈ ബറേറ ഉള്ളത്. ഞാൻ ബറേറ ഉള്ള സ്ഥലം പറഞ്ഞുതരാം, നിങ്ങൾ ദയാസിനെ വിട്ടോളൂ, എല്ലാവർക്കും സമാധാനം, അതല്ലേ നല്ലതെന്ന് ചോദിക്കുകയാണ് ഹീറോ. ഉടനെ വില്ലൻ തോക്കെടുത്തോണ്ട് വന്ന് നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാം, നല്ല രീതിയിൽ ചെയ്യാം, നീ മിടുക്കനാണല്ലോ, എന്താണ് നിനക്ക് വേണ്ടത് പറഞ്ഞോളൂ എന്ന് പറയാം. ഉടനെ ഹീറോ സർ ആക്ച്വലി എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല, അതുകൊണ്ട് ദയാസിനെ ആദ്യം വിട്ടാൽ രണ്ടാമത് ബറേറ എവിടെയാ ഉള്ളതെന്ന് പറയാം. ഇത് കേൾക്കുമ്പോൾ വില്ലൻ പിന്നെന്താ ഇപ്പൊ തന്നെ വിടാന്നും പറഞ്ഞ് ആ തോക്കുകൊണ്ട് ഹീറോയുടെ മണ്ടയ്ക്ക് ഒരു അടി കൊടുത്തിട്ട് ഹീറോയെ വലിച്ചെടുത്തോണ്ട് പോവാ. ഈ നേരം ആ കഷണ്ടി മാമനില്ലേ പുള്ളിക്കാരൻ വേറെ 2 ഏജന്റുമാരെ കൊണ്ട് ഈ കാമറാസ എന്ന് പറഞ്ഞ ഫാക്ടറിയിലേക്ക് വരികയാണ് യുറേനിയം കടത്താൻ വേണ്ടി. അവരടിച്ചു വെച്ചിരുന്ന ഫേക്ക് കാർഡ് എൻട്രൻസിൽ കാണിച്ചിട്ട് ഇവരകത്തേക്ക് ചെല്ലും. ഈ സമയത്ത് വില്ലൻ ഹീറോയെ പിടിച്ചോണ്ടുപോയി ദയാസിനെ കെട്ടിവെച്ചിരിക്കുന്ന മുറിയിൽ ഇരുത്തുകയാണ്. ഇത് കണ്ട ദയാസ് അവനൊരു പാവാണ്, അവനെ വിട്ടേക്ക്, അവനും ഈ കേസുമായിട്ടൊരു ബന്ധമില്ല, അവനൊരു നിസ്സഹായനാണെന്ന് പറയാ. ഉടനെ വില്ലൻ ഇവനാണോ പാവം, ഇത്രയും ഇന്റലിജൻസ് ഓഫീസർമാരെ പറ്റിച്ച് ഈ ബിൽഡിംഗ് കയറി എന്റെ മുറിക്കകത്തേക്ക് കയറി വന്ന ഇവനാണോ പാവം നീ പറയണേ, നിങ്ങൾ ഒരുത്തനും ഞാൻ വെറുതെ വിടില്ലടാന്നും പറഞ്ഞ് ഇയാൾ ഡോർ അടയ്ക്കാൻ പോകുമ്പം ഹീറോ എടോ ഞങ്ങളെ വെറുതെ വിട്ടില്ലെങ്കിൽ നിനക്കായിരിക്കും പണി ഉണ്ടാവുക, കുറെ പോലീസുകാരെന്റെ ക്ലയൻസാ, ഞാൻ അവരോടെല്ലാം വിളിച്ചു പറയും, നിന്റെ കൂട്ടുകാരൻ ഏജന്റ് എവിടെയാണെന്ന് നീ അറിയൂല, ഞാൻ TV-കാരെയും പത്രക്കാരെയും എല്ലാം വിളിച്ചു പറയും, നിന്റെ പേര് മാനം കെടുത്തും, മിണ്ടാതെ വിട്ടോ അതാ നല്ലത്. ഇത് കേൾക്കുമ്പോൾ വില്ലൻ ഈ നാട്ടിലെ പ്രസിഡന്റിനെ വരെ ഞാൻ മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട്, പിന്നെയാണ് നീ എന്നെ ഭീഷണിപ്പെടുത്തുന്നത്, പിളുന്ത് ചക്ക, നിന്റെ തല ഇപ്പം ഞാൻ പൊട്ടിച്ചു കാണിച്ചു തരാമെന്നും പറഞ്ഞ് ഇയാൾ തോക്കെടുക്കാൻ പോവാ. ആ സമയത്ത് ഹീറോ ദയാസിനോട് ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, എന്തേലും വഴി കണ്ടുപിടിക്ക്, ഈ ലോക്ക് പൊട്ടിക്കണ്ടേ, ഏതെങ്കിലും AC വെന്റ് കണ്ടുപിടിക്ക്, നമുക്ക് രക്ഷപ്പെടാം, അവനെ പേടിക്കണ്ട, എന്തേലും വഴി കാണും. അത് ദയാസ് പറയാണ് ഒരു വഴിയുമില്ല, ഒരുപാട് നേരമായിട്ട് ഞാൻ ആലോചിച്ചതാ, ഈ കഫ് അഴിക്കാൻ പറ്റില്ല, അങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, നമ്മളിവിടെ പെട്ടിരിക്കുകയാണ്, ഇനി രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. ഇത് ദയാസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം ഇവിടെ ഫാക്ടറിയിൽ നിന്ന് ആ 3 കള്ള ഏജന്റുമാരും യുറേനിയം കടത്തിക്കൊണ്ടിരിക്കുകയാണ് പുറത്തേക്ക്. നമ്മുടെ ജീവിതം ഇവിടെ തീർന്നു എന്ന് ദയാസ് ഹീറോയോട് പറയാണ്, ഞാൻ കാരണം നീയും പെട്ടുപോയല്ലോ, ഞാൻ എല്ലാവരെയും നശിപ്പിക്കും, അതാണ് എന്റെ വിധി. ഇത് കേൾക്കുമ്പോൾ ഹീറോ ഇല്ല, നീ ഒരുപാട് നല്ല മനുഷ്യനാ, അതുകൊണ്ടാണ് ഞാൻ നിന്നെ രക്ഷപ്പെടുത്താൻ വന്നത്, എനിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിൽ എനിക്ക് വിഷമമില്ല, നിന്നോട്
എന്നോട് ദേഷ്യമില്ല. പിന്നെ ഒരു സത്യം പറയട്ടെ, എനിക്ക് 3000 രൂപ ഫീസ് തരുന്നവരോട് മാത്രമേ ഈ സത്യം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇവിടുന്ന് പുറത്തിറങ്ങിയാൽ എൻ്റെ ഒരു കൂട്ടുകാരൻ ഡോക്ടറുണ്ട്, ഡോക്ടർ മോയ. അയാൾ നല്ല സൈക്കോളജിസ്റ്റാ. അയാളെ ചെന്ന് കാണണം, നിനക്കെല്ലാം ഭേദാവും. ഇത് ഞാൻ ആരോടും പറഞ്ഞു കൊടുത്തിട്ടില്ല, നിനക്ക് വേണ്ടി മാത്രം പറയുന്നതാണ്. നീയും ഞാനിപ്പോൾ കൂട്ടുകാരാണ്. ഇത് ഹീറോ പറഞ്ഞു തീരുമ്പോഴേക്കും ആ വില്ലൻ പ്ലാസ്റ്റിക് കവർ കൊണ്ടുവന്ന് ഹീറോയുടെ തല മൂടിയിട്ട് അവനെ ഷൂട്ട് ചെയ്യാൻ പോവാ. ഒരൊറ്റ സെക്കൻഡിൽ ഷൂട്ട് ചെയ്യും. അപ്പോഴാണ് ആരോ കോളിംഗ് ബെൽ അടിക്കുന്നത്. തുരുതുര അടിക്കുന്നു. ഇപ്പൊ ഷൂട്ട് ചെയ്താൽ അത് കവർ ചെയ്യാൻ ബുദ്ധിമുട്ടാവും എന്ന് മനസ്സിലാക്കിയിട്ട് വില്ല മെല്ലെ ചെന്ന് ഡോറിലെ മൈക്ക് ഓണാക്കി ഹലോ ആരാണ്, എന്താണ് വേണ്ടെന്ന് ചോദിക്കുക. ഒരു ഏജന്റ് വന്നിട്ട് പറയും, സാർ ഇന്ന് എന്റെ പിറന്നാളാ, ഞാൻ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, എല്ലാവർക്കും കൊടുത്തു, നിങ്ങൾക്ക് തന്നില്ല, അത് തരാൻ വേണ്ടി വന്നാണ്, ഒന്ന് ഡോറ് തുറക്കാമോ. അവിടുത്തെ ഏജന്റ് തന്നെയാണ്. സോ കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് ഇയാൾ ഡോറ് തുറക്കും. നോക്കുമ്പോൾ നമ്മുടെ ദയാസിന്റെ കൂട്ടുകാരായ പോലീസുകാർ, ആ മുടിയൻ പോലീസൊക്കെ ഉണ്ട്. അവർ ഈ ബിൽഡിങ്ങിലേക്ക് അതിക്രമിച്ച് കടന്നാണ്. കുറെ ഏജന്റുമാരെ മണ്ടയ്ക്കടിച്ച് വീഴ്ത്തിയിട്ടുണ്ട്. ഇപ്പൊ വില്ലനെ തോക്കുമുന്നെ നിർത്തിയിട്ട് അവർ ദയാസിനെയും ഹീറോയെയും രക്ഷപ്പെടുത്തും. ഇവരെ കാണുമ്പം ദയാസ് പൊട്ടിച്ചിരിക്കുകയാണ്, സന്തോഷായി. പക്ഷേ ഇവരെ അതിക്രമിച്ച് കയറിയത് മനസ്സിലാക്കിയിട്ട് ഇന്റലിജൻസ് ഓഫീസർമാർ, അവർ വലിയ ടീമാണല്ലോ, ഒരുപാട് പോലീസുകാരുണ്ട്, ഇവരെല്ലാം കൂടെ ചേർന്ന് ഈ പോലീസിനെ പിടിക്കാൻ വേണ്ടി വരികയാണ്. അവർ ബിൽഡിങ്ങിന്റെ താഴെന്ന് ബിൽഡിങ്ങിനകത്തേക്ക് ഓടി കയറുന്നുണ്ടാവും. ഈ നേരത്താണ് നമ്മുടെ ആൾക്കാർ, നമ്മുടെ കൂട്ടുകാർ മെയിൻ വില്ലനെയും പിടിച്ചുകൊണ്ട് പോകുന്നു. ഇയാളാണല്ലോ ക്യാപ്റ്റൻ, ഈ വില്ലൻ. അയാൾ പറയുന്നതനുസരിച്ച് നമ്മുടെ ഫെഡറൽ പോലീസിനെയൊക്കെ ഒരു സെക്കൻഡ് കൊണ്ട് അവർ വെടിവെച്ച് വീഴ്ത്തിക്കളയും. സോ താഴേക്ക് പോകാൻ കഴിയില്ല. ഇവരങ്ങനെ കോറിഡോറിൽ കൂടെ നടക്കുമ്പോഴാണ് ആ പാവം അപ്പച്ചൻ പോലീസുകാരൻ ഇടിയും കൊണ്ട് താഴെ കിടക്കുന്ന കാണുന്നു. ഇത് കാണുമ്പോൾ ഹീറോ, അയ്യോ ഇയാളെ വെറുതെ വിടാം, പുള്ളി നല്ല മനുഷ്യനാ, പുള്ളി എന്നെ അപ്പിടാൻ അനുവദിച്ചാണെന്ന് പറയും. എന്നാൽ അപ്പച്ചൻ പോലീസുകാരൻ ദേഷ്യം വന്ന് ഹീറോയെ ചവിട്ടാൻ വരികയാണ്. ഹീറോ കാരനാണല്ലോ ഇത്രയും സംഭവിച്ച്. കമാൻഡോ പട അകത്തേക്ക് ഇടിച്ചു കയറി വരികയാണ്. ഇവർക്ക് താഴേക്ക് പോകാൻ കഴിയില്ല. സോ ഇത് മനസ്സിലാക്കിയിട്ട് ഇവർ മുകളിലേക്ക് ചെല്ലാൻ തീരുമാനിക്കും. അവിടെയാണെങ്കിൽ ഹെലികോപ്റ്റർ ഉണ്ട്, അതെടുത്ത് രക്ഷപ്പെടാമെന്നും പറഞ്ഞിട്ട് ഇവർ നേരെ മുകളിലേക്ക് ചെല്ലുക. ഇവരെ പുറകെയുണ്ട് ഇന്റലിജൻസ് പടകൾ. ഇവരെല്ലാം ഓടി ഹെലികോപ്റ്ററിൽ കയറും. അത് ഓടിക്കാനൊന്നും നേരെ പരിചയമില്ല, എന്നാലും പോലീസ് ട്രെയിനിങ് ഉള്ളതുകൊണ്ട് എങ്ങനെയൊക്കെയോ അവർ സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴായിരിക്കും ഈ ഹെലികോപ്റ്ററിനകത്ത് നിന്നും 2 മെഷീൻ ഗണ്ണ് കിട്ടുന്നു. മുടിയൻ പോലീസ് ഹീറോയ്ക്ക് ഒരു ഗണ്ണ് കൊടുത്തിട്ട് അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കും. താനും ഇപ്പോൾ പോലീസായല്ലോ, യൂസ് ചെയ്യാൻ പഠിച്ചോ എന്ന് പറയാണ്. എന്നിട്ട് ഈ കമാൻഡോ പട വരുന്നതിന് 2 സെക്കൻഡ് മുന്നേ അവർ ഹെലികോപ്റ്റർ ഉയരത്തിലേക്ക് പറത്താണ്. അങ്ങനെ അവിടുന്ന് രക്ഷപ്പെട്ടു. നേരെ ഇവർ പോകുന്നത് ആ കമറാസോ ഫാക്ടറിയിലേക്കാണ്. അവിടെയാണല്ലോ കൊള്ള നടക്കാൻ പോകുന്നത്. ഈ ഏജന്റുമാർ യുറേനിയം കട്ടെടുത്തോണ്ട് വെളിയിൽ വരുമ്പോഴായിരിക്കും നമ്മുടെ പിള്ളേർ അവരെ പിടിക്കുന്നത്. 2 പേരെ പിടിച്ചു. ഇനി ഒരുത്തനുണ്ട്, ആ മെയിൻ കഷണ്ടി തലയൻ. അയാൾ നമ്മുടെ മുടിയൻ പോലീസിനെ ഷൂട്ട് ചെയ്യാണ്. ഷൂട്ട് ചെയ്ത് ഒരു വെടി കൊണ്ട് രണ്ടാമതവനെ കൊല്ലാൻ നിൽക്കുമ്പോൾ ദൂരെ നിന്നും ദയാസ്, സോസാ നമ്മൾ തമ്മിൽ പഴയൊരു കണക്കൊണ്ടിടാന്നും പറഞ്ഞിട്ട് അവന്റെ നെറ്റിപ്പോട്ടിന് തന്നെ ടേ എന്ന് 2 വെടി. നമ്മുടെ ചക്കൻ പുലിയാണല്ലോ ഷൂട്ടിങ്ങില്. ഈ നേരത്ത് മെയിൻ അപ്പം വില്ലന് ഹീറോയെ കാവൽ നിർത്തിയിട്ടാണ് അവർ പോയിരിക്കുന്നത്. കയ്യിൽ തോക്കുണ്ട്. അനങ്ങിപ്പോകരുത്, ഫ്രീസായിട്ട് നിൽക്കുന്ന ഹീറോ പറയുക. അപ്പൊ അയാള്, ഈ നാട്ടില് ഞാൻ വളരെ ഡേഞ്ചറസ് ആണ്, ഈ നാട്ടിലെ വലിയ വലിയ ആൾക്കാരെയൊക്കെ എനിക്കറിയാം, ഞാൻ വിചാരിച്ചാൽ നാളെ കാലത്ത് നീയും നിന്റെ ഭാര്യയും റോഡിൽ ട്രക്കിടിച്ച് ഞെരിഞ്ഞമർന്ന് തേഞ്ഞു പോവും, പെറുക്കിയെടുക്കാൻ പോലും ഉണ്ടാവില്ല. ഉടനെ ഹീറോ, നിനക്ക് പ്രാന്താണോടാ മണ്ട, നീ എന്തിന് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു? ഞാൻ ഈ നാട്ടിൽ ടാക്സ് കൊടുത്താ ജീവിക്കുന്നു, എന്റെ ടാക്സ് ആണ് നിനക്ക് ശമ്പളമായിട്ട് വരുന്നത്. ഓരോ മാസവും ശമ്പളം വാങ്ങിച്ച് തിന്നുന്നില്ലേ? അതൊക്കെ ഞങ്ങൾ അധ്വാനിക്കുന്ന പണമാണ്. നിന്റെ പിള്ളേരെ പഠനമൊക്കെ ഞങ്ങൾ നടത്തുന്നു, എന്നിട്ട് ഞങ്ങളോട് ഇങ്ങനെ മോശമായിട്ട് പെരുമാറാൻ പാടുണ്ടോ? നിനക്ക് നാണമില്ലേ? ഇനി മേലി എൻ്റെ അടുത്ത് സംസാരിച്ചു പോകരുത്. നീ വാ തുറന്നാൽ ഞാൻ വായെ വെടിവെക്കും, മിണ്ടാതെ അവിടെ വായടച്ചിരുന്നു എന്ന് പറയാണ്. അയാൾക്കാണെങ്കിൽ ഭീഷണിപ്പെടുത്താനുള്ള മൂടും പോയി. ഈ സമയത്ത് നമ്മുടെ പോലീസുകാരെ പിടിച്ച ഒരു ഇന്റലിജന്റൻ അയാൾ പെട്ടെന്ന് പോലീസിനെ ഇടിച്ചു വീഴ്ത്തിയിട്ട് ഈ യുറേനിയമായിട്ട് രക്ഷപ്പെടാൻ നോക്കുക ട്രക്കും എടുത്ത്. ഈ സമയത്ത് ഹീറോ റോഡിൽ ആ വില്ലനെ മിരട്ടുമായിരിക്കും. നിന്നെ 200 അടി താഴ്ചയിൽ ഞാൻ കുഴിച്ചു മൂടും, പിന്നെ ആർക്കും കണ്ടുകിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് മിരട്ടുക. അയാൾ അടങ്ങിയിരിപ്പുണ്ട്. അപ്പോഴാണ് ഒരു ഏജന്റ്, ആ രക്ഷപ്പെടുന്ന ഏജന്റ്, അയാൾ ഈ പോലീസുകാരെല്ലാം ഇടിച്ചിടാൻ നോക്കുന്നുണ്ട്. എന്നിട്ട് ആ വണ്ടിയുമായിട്ട് രക്ഷപ്പെട്ടു പോവാ. പുറകെ പോലീസുകാര് അവനെ പിടിക്കിന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ട് ഓടി വരികയാണ്. ഷൂട്ട് എന്ന് പറയുന്നുണ്ട് ഹീറോയോട്. ഹീറോയ്ക്ക് മനസ്സിലാവില്ല. ഈ വണ്ടി പോയി കഴിഞ്ഞിട്ടാണ് പോലീസുകാർ പറയുന്നത് കേൾക്കുക, ഷൂട്ട് എന്നുള്ളത്. ഉടനെ ഹീറോ തിരിഞ്ഞെന്ന് തനിക്ക് അറിയാവുന്നതുപോലെയൊക്കെ മാറി ഷൂട്ട് ചെയ്യും. അതിലെ 2 ഉണ്ട ഭാഗ്യത്തിന് ടയറിൽ കൊണ്ടു. വണ്ടി അങ്ങ് മറിഞ്ഞടിച്ച് വീഴാണ്. അതോടെ അവനും പിടിക്കപ്പെട്ടു. ഹീറോ ചിരിച്ചോണ്ട് നിൽക്കുമ്പോൾ ദിയാസ് അവൻ്റെ അടുത്തേക്ക് ഓടി വരും. ഈ മൊത്തം മിഷനും ഒരു സാധാരണ ഡോക്ടറായ ഹീറോയാണ് ഫിനിഷ് ചെയ്തത്. ഇത് കഴിയുമ്പോൾ അടുത്ത സീനി ഒരുപാട് പോലീസുകാരെല്ലാം വന്ന് ഇവരെല്ലാം പിടിച്ച് തെളിവൊക്കെ ശേഖരിക്കുന്നുണ്ട്. ആ ഇന്റലിജൻസ് ഓഫീസർമാർ മുഴുവൻ പിടിക്കപ്പെട്ടു. ആ സമയത്താണ് കമ്മീഷണർ വന്ന്, സാർ നിങ്ങൾ ഇപ്പോൾ ഓർഡർ ചെയ്യുകയാണെങ്കിലും ഞാൻ ഇവർക്കെല്ലാം ശിക്ഷ കൊടുക്കാം, എന്താ ചെയ്യേണ്ടത്? കയറി കെട്ടി തൂക്കിയാൽ മതിയോ എന്ന് ചോദിച്ച് കളിയാക്കാണ്. പുള്ളിക്കാരനെ വലിയ പോലീസുകാരൊക്കെ പിടിച്ചോണ്ട് പോകുന്നു. അത് കഴിയുമ്പം ഒരു ജനറൽ ഉണ്ട്, നമ്മുടെ അജയ് ദോവലല്ലേ,
അതുപോലത്തെ ഒരാൾ. പുള്ളിക്കാരൻ വന്ന് തെയാസിനോട് സംസാരിക്കുന്നു. രാജ്യത്തിനുണ്ടാവാൻ പോകുന്ന വലിയ ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതുകൊണ്ട് തെയാസിനോട് നന്ദിയൊക്കെ പറയുന്നുണ്ട്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഹീറോ അടുത്തുള്ള കുളത്തിൽ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കാവും. തെയാസ് കുറച്ചു കഴിഞ്ഞ് ഹീറോ അടുത്തേക്ക് വരുന്നു. എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ തെയാസ് പറയും, പുള്ളിക്കാരൻ എന്തൊക്കെയോ വിയേർഡായിട്ട് സംസാരിച്ചു. പുള്ളിക്കാരൻ പറയാണ്, നമ്മൾ പിടിച്ച ആളില്ലേ, അയാൾ 10-15 വർഷമായി ഇന്റലിജൻസിന് വേണ്ടി വർക്ക് ചെയ്യുന്നു. പക്ഷെ ഒരു ഡബിൾ ഗെയിമർ ആണെന്ന് അറിയാൻ പാടില്ലായിരുന്നു അത്രേ. അതുകൊണ്ട് ഇപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിലും പുള്ളിക്കൊരു സ്പൈ വേണമെന്നാണ് പറയുന്നത്. ഒരു ഇന്റർനാഷണൽ സെക്യൂരിറ്റി ഔട്ട്ഫിറ്റ്. അതിനുവേണ്ടി അയാൾ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. എന്റെ ഒപ്പം നിങ്ങളെയും ചേരാൻ പറഞ്ഞു. നിങ്ങൾക്ക് താല്പര്യമുണ്ടോന്ന് ചോദിക്കുന്നുണ്ട്. ഉടനെ ഹീറോ ചിരിച്ചിട്ട്, താൻ എന്തൊക്കെയായി പറയുന്നത്, തമാശയാണോ? ഏയ് തമാശയല്ല, അതിനവർ ട്രെയിൻ ചെയ്യും, എന്നിട്ട് ഡിഫറെന്റ് ഫീൽഡിലേക്ക് നമ്മളെ പറഞ്ഞോടും. അതിനാണ് എന്നെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഒപ്പം നിന്നെയും ചോദിച്ചിട്ടുണ്ട്. ഏജന്റ് ആയിട്ടോ? ഏയ് ഞാനില്ല. എന്തായാലും നിനക്കത് കിട്ടിയാലും എനിക്ക് സന്തോഷമുണ്ട്. ഞാനൊരു സാധാരണ ജീവിതം ജീവിക്കുന്ന ആളാ. എനിക്കത് മതി. എനിക്ക് പേടിയാണ് ഇങ്ങനെയൊക്കെ. എനിക്കിതുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഹീറോ, ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എല്ലാത്തരം ട്രെയിനിങ്ങും തരുമോ? അപ്പൊ ദയാസ് എല്ലാം തരും. ഷൂട്ടിംഗ് ഉണ്ട്, ഹോഴ്സ് റൈഡിംഗ് ഉണ്ട്, ജമ്പിംഗ് ഉണ്ട്, മാർഷൽ ആർട്സ് ഉണ്ട്, ലാംഗ്വേജ് ഉണ്ട്, ഡ്രൈവിംഗ് ഉണ്ട്, എല്ലാം ഉണ്ട്. ആഹാ, പക്ഷേ ഇന്റർനാഷണൽ ഏജൻസി എന്നൊക്കെ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. എനിക്ക് അങ്ങോട്ട് ഇഷ്ടാവുന്നില്ല. വേണ്ടെന്ന് വെക്കാം. ഈ കല്ല് പോലും കുളത്തി സ്കിപ്പ് ചെയ്ത് വലിച്ചെറിയാൻ എനിക്ക് അറിയാൻ പാടില്ല. അതാണ് ഞാൻ ആദ്യം പഠിക്കുന്നത്. ഉടനെ ദിയാസ്, അത് എളുപ്പമല്ലേ, തള്ളവിരലിൽ പിടിച്ചോണ്ട് സ്ലൈഡ് ചെയ്ത് എറിഞ്ഞാൽ മതി, തെറിച്ചു പൊക്കോളും. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ദിയാസ് ചോദിക്കുകയാണ്, പിന്നെ വേറൊരു കാര്യമുണ്ട്. അയാൾ എന്നോട് ചോദിച്ചോ, നിങ്ങൾ CIA-യിലോ മൊസാദിലോ വർക്ക് ചെയ്തിട്ടുണ്ടോന്ന്? കാരണം ട്രെയിനിങ് ഇല്ലാതെ ഒരാൾക്ക് ബിൽഡിങ്ങിലേക്ക് വലിഞ്ഞു കയറാനോ ഒരു ഏജന്റിന്റെ മൂക്കിയിടിച്ച് വീഴ്ത്താനോ കഴിയില്ല. പിന്നെ നിങ്ങൾ ഷൂട്ട് ചെയ്ത് ആ ട്രക്കും പിടിച്ചിട്ടുണ്ട്. ഒരു സാധാരണക്കാരൻ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. എനിക്കും വിശ്വാസം ആവുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ സ്പൈ ആണോ എന്ന് പുള്ളിക്കാരൻ ചോദിക്കുന്നു. ശരിക്കാണോ? ഉടനെ ഹീറോ ചിരിച്ചോണ്ട്, സ്പൈയോ? ഒരിക്കലുമില്ല. അപ്പൊ ദിയാസ്, എന്നാലും ഞാനൊരു കൂട്ടുകാരനല്ലേ, നിങ്ങൾ സാധാരണക്കാരനാണ്, എനിക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ സന്തോഷം തന്നെ. പക്ഷെ എന്നിരുന്നാലും സത്യം പറയാമോ, നിങ്ങൾ സ്പൈ തന്നെയല്ലേ? ഹീറോ ചിരിച്ചിട്ട്, ഇതുവരെ ആയിട്ടില്ല, ഒരുപക്ഷെ ഇനി ആവുമെന്നറിയില്ല. ഇതും പറഞ്ഞ് രണ്ടുപേരും കൂടെ ചേർന്ന് കുളത്തിലേക്ക് കല്ല് വലിച്ചെറിയാണ്. അവിടെ വെച്ച് എ ടൈം ഓഫ് ബ്രേവറി എന്ന സിനിമ അവസാനിക്കുന്നു. സോ ഗൈസ്, എങ്ങനുണ്ട് ഈ കഥ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ, until then, it's bye from Uru. കഥ സുലട്ടുമാസ്.